ചൊവ്വാഴ്ച രാത്രി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എത്തിയേട്ടോ. എത്തിയപ്പം കണ്ണമോന് ദോശയൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതും കഴിച്ച് 2, 3 വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ട് ഞാൻ അപ്പോഴേ കിടക്കുകയത്. അടുക്കളയിലോട്ടൊന്നും ഞാൻ തിരിഞ്ഞേ നോക്കിയില്ല. പിന്നെ ഇന്ന് രാവിലെ ഒരു 5:30 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് രാവിലെ അടുക്കളയെല്ലാം ഒതുക്കി തൂത്തുവാരി തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി പെരയ്ക്കകവും തൂത്തു മുറ്റവും തൂത്തിട്ടാണ് പിന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് കയറിയത്. 2, 3 ദിവസം കൊണ്ട് കണ്ണൻ്റെ പാചകമായിരുന്നല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇന്ന് പുട്ടാണ്. കണ്ണന് ഇന്ന് പരീക്ഷയുള്ള ദിവസമാണ് കേട്ടോ. അപ്പം കണ്ണൻ ദേ പാൻ ഒരുങ്ങുന്നു. അപ്പോൾ 2, 3 ദിവസം വീഡിയോ ഇടാതിരുന്നപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റയും എൻ്റെ വാട്സപ്പും എന്നെ ഒരുപാട് പേര് വിളിച്ച് രഞ്ജൂസേ പെട്ടെന്ന് വീഡിയോസ് ഇട്, നിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നിൻ്റെ ഒരു വീഡിയോസ് എന്താ വീഡിയോ വരാത്തത്, പെട്ടെന്ന് ഇടെന്നും പറഞ്ഞ് ഒരുപാട് സന്തോഷം. എന്നെ ഈ യൂട്യൂബ് തുടങ്ങിയതിൽ എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ കിട്ടി. നിങ്ങളെ ഹൃദയത്തോട് ചെന്നെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പം ഞാൻ പുട്ടും കൂടെ കഴിച്ചിട്ട് ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല കച്ചവടമൊക്കെ ആയിരുന്നു. എൻ്റെ ഇടയ്ക്കുള്ള പാചകത്തിൻ്റെ ഒന്നിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആകെ തിരക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ ഇടണമായിരുന്നു. പിന്നെ മൂന്നാറിൽ പോയി ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വീഡിയോസും ഇവിടെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് ഞാൻ ഇടാം. പിന്നെ ഇന്ന് നമുക്ക് ഊണുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടമായിരുന്നു കേട്ടോ. ഇന്ന് 2 ദിവസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരി ഇച്ചിരി കുറച്ചാണ് ഇട്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു. ഇന്നത്തെ കറി എന്ന് പറയുന്നത് തോരൻ, ഇഞ്ചിക്കറി, അവിയൽ, പിന്നെ പുളിശ്ശേരി, സാമ്പാർ, മീൻകറി. ഇന്ന് കേരാച്ചൂരയായിരുന്നു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്, കറി വെക്കാൻ വേണ്ടിയിട്ട് കൊഴിയാളയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇത്രയൊക്കെ കൊണ്ടുവന്നോളൂ. ഇതൊരു കത്തിരിപ്പഴം എന്ന് പറയുന്ന സാധനമാണ്. ഇത് പ്രഷറുള്ളവർക്കൊക്കെ കഴിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കറിനാരങ്ങ, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തേയില വാങ്ങിച്ച് ഞാൻ മൂന്നാറിൽ നിന്ന് തേയില വാങ്ങിച്ചത്. പിന്നെ ഞങ്ങളുടെ ഇന്ദിരാമ്മയുടെ ഒരു അച്ചാർ, ഒരു ടിൻ അച്ചാറുണ്ടായിരുന്നു. പക്ഷേ ആ അച്ചാർ നല്ലതായിരുന്നു കേട്ടോ. ഇത് അവിടെ ഉണ്ടായ വെളുത്തുള്ളിയാണ് കേട്ടോ. നല്ല അച്ചാറായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത്രയ്ക്ക് നല്ല അച്ചാറായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.